ഇന്നത്തെ വീഡിയോ 4 മണി ചായയുടെ കൂടെ ഉഴുന്നുവടയും ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും വേണോ? പലരും പറയാറുണ്ട് മിക്സിയിൽ നമ്മൾ മാവ് അരച്ചാൽ വടയ്ക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല, വട ഒരുപാട് എണ്ണ കുടിക്കാറുണ്ടെന്നൊക്കെ. എന്നാൽ വെറും 10 മിനിറ്റിൽ നമ്മളെ മിക്സിയുടെ ജാറിൽ ഉഴുന്നിട്ട് അരച്ച് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവേ. വളരെ ഈസിയാണ് നമുക്ക് ചെയ്തെടുക്കാനായിട്ട്, ഒട്ടും പാടില്ല. ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഉഴുന്ന് ഞാനൊരു 4 മണിക്കൂർ കുതിരാനായിട്ട് ഇട്ടതാണേ. നല്ല രീതിയിൽ നമ്മൾ കഴുകി വേണം കുതിരാനായിട്ട് ഇട്ടേക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം പാടില്ല, വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാൻ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ അത് മിക്സിക്കും കംപ്ലൈൻറ്റ് വരുവേ. അന്നേരം കുറേശ്ശെ വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അത് ഒട്ടും വെള്ളവും ചേർക്കരുത്. നമ്മൾ എന്നിട്ട് കൈ കൊണ്ടൊന്ന് ഒതുക്കി വേണം നമ്മളൊന്ന് അരച്ചെടുക്കാൻ. അത് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ആവണ്ട, ചെറിയൊരു തരിതരിപ്പ് ഇരുന്നാലും കുഴപ്പമില്ലേ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ അരച്ചെടുക്കാനെങ്കിൽ മാത്രമേ നമുക്ക് ഉഴുന്നുവടയുടെ ആ ഒരു ഷേപ്പിൽ പിടിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റൂ. അങ്ങനെ എല്ലാം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ്. പിന്നെ എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില അതും കൂടെ ഒന്ന് അരിഞ്ഞ് ഞാൻ ചേർത്തതാണ്. ഇത്രയും വേണം. നമ്മൾ സവാള ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചിയും കൂടെ അതിലിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ചോപ്പറിലൊന്ന് പൊടിച്ചെടുത്തത് കൊണ്ട് ഇഞ്ചിയും കൂടെ ഇട്ടതാണ്. നമ്മളിത് രണ്ടും വേണം നമ്മളിതിൽ ചേർക്കാനായിട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതിലേക്ക് പിന്നെ ഞാൻ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് ചേർക്കുമ്പോഴേ ഇടയ്ക്ക് ആ കുരുമുളക് ഒന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റാണ്. അത് ഇഷ്ടമാണുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അന്നേരം നമ്മളിത് മിക്സ് ചെയ്യുമ്പോഴും ഒരു 5 മിനിറ്റ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യണവേ. എങ്കിൽ മാത്രമേ നമ്മുടെ വട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഒരു വശത്തേക്ക് തന്നെ നമ്മൾ ഇളകി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാവിലേക്ക് വായു കയറുകയും നമ്മുടെ വടയ്ക്ക് നല്ല സോഫ്റ്റും കിട്ടുകയെ, പുറം നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും. ഇതിലേക്ക് സോഡാപ്പൊടിയൊന്നും ആവശ്യമില്ല. നമ്മൾ ഒരു 5 മിനിറ്റ് നല്ല രീതിയിൽ ഈ മാവൊന്ന് മിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണവേ. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വട ഇതുപോലെ ഒന്ന് എടുത്ത് ഷേപ്പ് ചെയ്ത് വേണം നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. പലർക്കും പാടായി തോന്നുന്നത് വടയുടെ ഷേപ്പ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് കൈയുടെ വെള്ളയിൽ ഒരല്പം വെള്ളം തടകണവേ. അതിനുശേഷം ചെറിയൊരു ഉരുള എടുക്കുക. എന്നിട്ട് നടുവിരൽ ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കണവേ. അത് നമ്മൾ വെള്ളത്തിലൊന്ന് മുക്കിന് ശേഷമേ നമ്മൾ ആ ഒരു കുഴി ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നിട്ട് പതുക്കെ ഇതുപോലെ നമ്മൾ എടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണവേ. തുടക്കക്കാർക്ക് കയ്യിൽ ചെയ്യാൻ പേടിയാണെങ്കിൽ ഒരു ചായയുടെ അരിപ്പയുടെയോ അല്ലെങ്കിൽ ഇലയുടെ പുറകിൽ വെച്ച് ഇതുപോലൊന്ന് ചെയ്താൽ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ഷേപ്പിലും നമുക്ക് വട ചെയ്തെടുക്കാൻ പറ്റുവേ. അതുപോലെ തന്നെ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ പുറഭാഗം കഴിഞ്ഞു പോവുകയും ഉള്ളു വേവത്തും ഇല്ലേ. 2 വശവും ഈ കാണുന്നത് പോലെ തിരിച്ചും മറിച്ചും നമ്മൾ ഇട്ട് കൊടുത്ത് വേണം എടുക്കാൻ. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന സമയത്ത് വേണം നമ്മൾ എണ്ണയിൽ നിന്ന് നമ്മൾ വട കോഴി മാറ്റാനായിട്ട്. ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല ക്രിസ്പി വട നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുവേ. അതുപോലെ തന്നെ നമ്മൾ ഉഴുന്നുവടയ്ക്ക് ഉഴുന്ന് മിക്സിയിൽ അരയ്ക്കുന്ന സമയത്ത് ഉഴുന്നെടുത്ത് നമ്മളൊന്ന് ഊറ്റിയെടുത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിക്കും കംപ്ലൈൻറ്റ് ആവത്തില്ല, വെള്ളത്തിൻ്റെ ആവശ്യവും വരത്തില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് അരഞ്ഞു കിട്ടുകയും ചെയ്യുവേ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മിക്സിയിൽ അരച്ചെടുത്ത മാവ് ലൂസായി പോത്തുമില്ലേ. നല്ല രീതിയിൽ വടയെ ഉണ്ടാക്കാൻ പരുവത്തിൽ നമുക്ക് കിട്ടുകയും ചെയ്യുവേ. ബാക്കിയുള്ള മാവിൽ അതുപോലെ തന്നെ ഞാൻ വട ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഉഴുന്നുവടയ്ക്ക് അരച്ചെടുത്ത മാവിൽ വെള്ളം കൂടിക്കഴിഞ്ഞാലും പേടിക്കേണ്ട കാര്യമില്ല. അതിലേക്ക് വറുത്ത അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. അത് ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും റൊട്ടി പത്തിരിപ്പൊടി ആയാലും കുഴപ്പമില്ലേ. അതിലേതായാലും നമ്മളൊരു 2 സ്പൂണ് ചേർത്ത് കൊടുത്താൽ അതിൽ വെള്ളം വലിച്ചെടുക്കാൻ സഹായിക്കുവേ. അതുമല്ല നമ്മുടെ വടയ്ക്ക് കൂടുതൽ ക്രിസ്പനെസ്സും കിട്ടാനും നല്ലതാണ്. നമ്മൾ ഒരുപാട് ചേർക്കാനും പാടില്ല അരിപ്പൊടി. അങ്ങനെ ചേർത്താൽ വട നല്ല കട്ടിയായി പോവുകയെ. അന്നേരം എടുക്കുന്ന ഉഴുന്നിന് കണക്കാക്കി മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ. വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണോ 2 സ്പൂണോ ചേർക്കാറുള്ളൂ.
അരിപ്പൊടി തന്നെ ചേർക്കണമെന്നും ഇല്ലേ, റവയായാലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുവേ. 1-2 ടേബിൾ സ്പൂണ് വറുക്കാത്ത സാധാ റവ ചേർത്ത് കൊടുത്താലും മതി. റവ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മാവ് നമ്മൾ മാറ്റി വെക്കണവേ. കാരണം റവ വെള്ളം കുടിച്ച് വീർക്കാൻ കുറച്ച് സമയം എടുക്കുവേ. ഇത് വടയ്ക്ക് നല്ലൊരു മുഴുപ്പും കിട്ടാനും നല്ലതാണ്. അങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.